വിദ്യാർത്ഥികളുടെ ശാസ്ത്രീയ അഭിരുചികളെയും ഗണിതപരമായ കഴിവുകളെയും സാമൂഹ്യ ബോധത്തെയും പ്രായോഗിക വൈദഗ്ധ്യത്തെയും സാങ്കേതിക പരിജ്ഞാനത്തെയും പരിപോഷിപ്പിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളകളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ടും അവതരണങ്ങളുടെ നിലവാരം കൊണ്ടും ശ്രദ്ധേയമായി. വ്യാഴാഴ്ച മുണ്ടക്കയം സെന്റ് ജോസഫ് ഹൈസ്കൂൾ, സെന്റ് ജോസഫ് LP സ്കൂൾ, CMS LP സ്കൂൾ, CMS HSS എന്നിവിടങ്ങളിൽ നൂതന ആശയങ്ങളും വർക്കിംഗ് മോഡലുകളും അവതരിപ്പിച്ചതിലൂടെ മത്സരങ്ങൾ അറിവിൻ്റെയും സർഗാത്മകതയുടെയും ഉത്സവമായി മാറിയിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളകളുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഉപജില്ലയായ കാഞ്ഞിരപ്പള്ളി ഉപജില്ലയിലെ ശാസ്ത്രോത്സവം തികച്ചും വ്യത്യസ്തമാണ്. ഏതാണ്ട് 3000-ലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഈ ശാസ്ത്രമേള ജില്ലയിൽ തന്നെ ശ്രദ്ധേയമായ നിലയിലുള്ള മുന്നേറ്റമാണ് എന്നും നിലനിർത്തുന്നത്. സംസ്ഥാന തലത്തിൽ മികവുറ്റ പ്രതിഭകളെ വാർത്തെടുക്കാൻ കാഞ്ഞിരപ്പള്ളി സബ് ജില്ലയ്ക്ക് സാധിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായൊരു സംഗതിയാണ്. നമുക്കറിയാം, കാഞ്ഞിരപ്പള്ളി സബ് ജില്ലയിലെ ഏതാണ്ട് 110-ലധികം സ്കൂളുകളിലെ കുട്ടികളാണ് ഈ മത്സരത്തിൽ ഇവിടെ പങ്കാളികളാകുന്നത്. സെൻറ്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ മുഖ്യ വേദിയായിക്കൊണ്ട് CMS ഹൈസ്കൂള്, CMS LP സ്കൂള്, TTE തുടങ്ങിയ കേന്ദ്രങ്ങളിൽ വിജയകരമായ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. എല്ലാ അർത്ഥത്തിലും കുറ്റമറ്റ രീതിയിലാണ് ഇവിടുത്തെ മേള, ശാസ്ത്രോത്സവം എല്ലാ വർഷവും നടത്താറുള്ളത്. ഇക്കുറിയും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സംഘാടക സമിതി അംഗങ്ങളുടെ പരിപൂർണമായ പിന്തുണയും സഹകരണവും. ഉപജില്ലാതല ശാസ്ത്രമേളയിൽ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തങ്ങൾ തയ്യാറാക്കിയ ശാസ്ത്ര പ്രൊജക്റ്റുകളും നൂതന കണ്ടുപിടുത്തങ്ങളും പഠനോപകരണങ്ങളും പ്രദർശിപ്പിച്ച് ശ്രദ്ധേയമായി. പരിസ്ഥിതി സൗഹൃദപരമായ നിർമ്മാണങ്ങൾക്കും പുനരുപയോഗ സാധ്യതകൾക്കും പ്രാധാന്യം നൽകിയ നിരവധി മോഡലുകൾ മേളയുടെ മാറ്റുകൂട്ടി. ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്ന് മനോഹരമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചും പേപ്പർ ക്രാഫ്റ്റ്, തുന്നൽ, പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ, ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണം തുടങ്ങിയവ അവതരിപ്പിച്ചും പ്രവൃത്തി പരിചയമേള വിദ്യാർത്ഥികൾ ആകർഷണീയമായ വേദിയാക്കി മാറ്റി. സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പ്രചോദനം നൽകുന്ന പ്രൊജക്റ്റുകളും മേളയിൽ ഇടം നേടി. മരം, ലോഹം, തുണി തുടങ്ങിയവ ഉപയോഗിച്ച കുട്ടികൾ സ്വയം നിർമ്മിച്ച നൂതന ഉപകരണങ്ങളും മനോഹരമായ അലങ്കാര വസ്തുക്കളും സങ്കീർണമായ ഇലക്ട്രോണിക് സർക്യൂട്ടുകളും പോലും മേളയിൽ അവതരിപ്പിച്ചു. ഓരോ നിർമ്മിതിയും വിദ്യാർത്ഥികളുടെ കഴിവുകളുടെയും കഠിനാധ്വാനത്തിന്റെയും സാക്ഷ്യപത്രമായി. അസാധാരണമായ വൈദഗ്ധ്യത്തിന്റെ പ്രതീകങ്ങളായി കുട്ടികൾ നിർമ്മിച്ച നൂതനവും ഉപയോഗപ്രദവുമായ ഉൽപ്പന്നങ്ങൾ ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയെ ശ്രദ്ധാകേന്ദ്രമാക്കി. ഓരോ വിദ്യാർത്ഥിയും തങ്ങളുടെ വിഷയത്തിലുള്ള അഗാധമായ പ്രായോഗിക ജ്ഞാനം പ്രകടിപ്പിച്ചുകൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന അലങ്കാര വസ്തുക്കൾ മുതൽ ചെറിയ യന്ത്രങ്ങളുടെ പ്രവർത്തന മാതൃകകൾ വരെ കാഴ്ചവെച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന മേള വെള്ളിയാഴ്ച സമാപിക്കും.